അതെന്തുകൊണ്ടാണ് അവൈലബിൾ അല്ലാത്ത? 11 മണിക്കോ? അപ്പൊ നിങ്ങൾ പ്രീവാർ അടിച്ചിട്ട് സിറ്റിന്ന് ഇറങ്ങി പോവോ? അല്ല രവിണ്ട് ഷേക്കിനാ ഇറങ്ങിയത്. ബ്രോ പറയൂ ബ്രോ പറയൂ. ഞാൻ പറഞ്ഞിരുന്നില്ലല്ലോ നമുക്ക് 10:30 അടിക്കാൻ. നമ്മളെല്ലാരും നമ്മളെ ഗ്യാങ്ങിലുള്ള എല്ലാരും പറഞ്ഞു. അല്ലല്ല ചോദ്യം അതല്ല. 10:30 അല്ലല്ല, എന്റെ ചോദ്യം 10:30 പ്ലേയേഴ്സ് അവൈലബിൾ അല്ല. അല്ല 10:30 മാത്രമേ പ്ലേയേഴ്സ് അവൈലബിൾ ഉള്ളൂ. 11 മണിക്ക് അവൈലബിൾ അല്ല. നേരത്തെ തീർക്കണം. ശരി, അപ്പൊ ബ്രോ എന്റെ ചോദ്യം അതല്ല. 10:30 പ്ലേയേഴ്സ് അവൈലബിൾ ആണ്, 11 മണിക്ക് പ്ലേയേഴ്സ് അവൈലബിൾ അല്ല അല്ലേ? പിന്നെ റാംബോ എന്താ പറയാ, പ്ലേയേഴ്സ് 10:30 മാത്രമേ അവൈലബിൾ ഉള്ളതെന്നല്ലേ റാംബോ പറഞ്ഞേ? 11:30 പ്രീവാർ മാത്രമല്ലല്ലോ തീരുന്നത്. പ്രീവാർ നിങ്ങൾ അടിക്കുകയാണെങ്കിൽ വാറും അടിക്കണം നാളെ തന്നെ. അപ്പൊ നിങ്ങളൊരു സിറ്റുവേഷൻ എടുക്കുന്ന സമയത്ത് പ്രീവാറും വാറും അടിക്കണം എന്നുള്ള കാര്യം ബേസിക് ആയിട്ടുള്ള കാര്യം റാംബോയ്ക്ക് അറിയത്തില്ലേ? കൊടുത്തു. അല്ല ഞാൻ ചോദിക്കുവാ, പ്ലേയേഴ്സ് ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് കളിക്കാതിരിക്കുന്നത്? എങ്ങനെയാണ്? ഫീസിബിൾ ടൈം അല്ല, ഫീസിബിൾ ടൈമിന്റെ നിങ്ങൾ പറയുന്ന സമയത്തിൽ നിന്നും അരമണിക്കൂർ കയറ്റി വെക്കാനാണ് പറയുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 11 മണിക്ക് ഒരു സിറ്റുവേഷൻ സ്റ്റാർട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രീവാറും വാറും കഴിയുമ്പോഴത്തേക്ക് മിനിമം 12 മണി. നാളെ നിങ്ങൾ സിറ്റുവേഷൻ എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് 10:30 എടുത്താലും ശരി, 11 മണിക്ക് എടുത്താലും ശരി, നാളെ തന്നെ അത് കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പൊ നിങ്ങളുടെ പ്ലേയേഴ്സ് അവൈലബിൾ അല്ലെന്ന് പിന്നെ ഒന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഓക്കെ, പകര ഒരു കാര്യം ചെയ്യും, 11 മണിക്ക് നാളെ വാർ ഷെഡ്യൂൾ ചെയ്യും. അതുപോലെ സർവർ സൈഡിൽ നിന്ന് 11 മണിക്ക്. അപ്പം MRC ശ്രദ്ധിച്ചു കേൾക്കുക, സർവർ സൈഡിൽ നിന്ന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന സമയം 11 മണി വാർ. അയ്യോ അത് പ്രീ വാർ 11 മണിക്ക് പ്രീ വാർ ഉണ്ടായിരിക്കും. ഓക്കെ, അയ്യോ ഷെഡ്യൂൾ ചെയ്യുന്ന ടൈമാണ്. ലൂപ്പ് അടിക്കണ്ട. ചോദിക്കൂ. ഇനിയിപ്പോ ഡ്രോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, സർവർ സൈഡിൽ നിന്ന് ഷെഡ്യൂൾ ചെയ്തു. സ്വന്തം ഗാങ്ങത്തിൽ ലീഡറിനെ തല്ലിക്കൊന്ന് സ്വന്തം മെമ്പറിനെ ഹോസ്റ്റ് എടുത്ത് എന്നിട്ട് ഡ്രോപ്പ് ചെയ്യാന്ന്. ക്ലിയർ ആയോ? എന്ത് വണ്ടി ഗാങ്ങാടാ? നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ, സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലെന്ന് അവരെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ, റാംബോ ഇവിടെ ഷെയ്ക്കിന്റെ അടുക്ക വ്യക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ അല്ല, ഇവിടെ ഷെയ്ക്കിന്റെ അടുക്ക വ്യക്തമായിട്ട് ഞാൻ ഓൾറെഡി വന്ന് കമ്മ്യൂണിക്കേറ്റ് ആണ് പോയത്. റാംബോ ആണ്. അപ്പൊ റാംബോ അപ്പൊ സർവറിൽ ഇല്ലായിരുന്നു. ലീഡർ അല്ലെങ്കിൽ കോ ലീഡറിനോടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അതാണ് പറയുന്നത്. റാംബോ ഇല്ലാത്ത സമയത്ത് സർവർ സൈഡിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കോ ലീഡേഴ്സിനോടായിരിക്കും. ചോദിക്കൂ. അതിന് പറ്റാത്തതിന് കാരണമുണ്ട്, നമ്മുടെ റൂൾ പ്രകാരം കാരണമുണ്ട്. ഇന്നത്തെ നടക്കേണ്ട പ്രീവാർ നിങ്ങൾ നാളത്തേക്കാണ് നിങ്ങൾ അത് അവർക്കും കൂടെ ഫീസിബിൾ ആയിട്ട് ഒരു ടൈം സെലക്ട് ചെയ്യണം. അത് സർവർ സൈഡ് ഇവന്റ് ഉള്ളത് കൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. ഡ്രോപ്പ് ചെയ്യാൻ ഇനി പറ്റത്തില്ല, കാരണം ഇപ്പൊ സർവർ സൈഡിൽ നിന്ന് ഷെഡ്യൂൾ ചെയ്തു 11 മണിക്ക്. ഓക്കെ ആണോ? എടാ അവര് പറഞ്ഞതരാ പോയല്ലേ, അവര് പറഞ്ഞ് ഞങ്ങള് സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യാം. അപ്പൊ അവർക്ക് 10:30 വേണം, 11 മണി പറ്റില്ല. അപ്പൊ 10:30 പറ്റുള്ളൂ. അതായത് 11 മണി വരെ, 11 മണി ആയി കഴിഞ്ഞാൽ അവര് പ്ലേയേഴ്സ് ആരും അവൈലബിൾ അല്ല. 10:30 വരെ പറ്റുള്ളൂ. അപ്പൊ ബ്രാവോ പറഞ്ഞു, അപ്പൊ 10:30 നിങ്ങൾ പ്രീവാർ അടിച്ചിട്ട് വാർ എപ്പോ പോയി അടിക്കുന്നു? അപ്പൊ മറ്റേ പ്രീവാർ അടിച്ച് കഴിഞ്ഞാൽ വാർ അടിക്കണ്ടേ? പിന്നെ അപ്പൊ പിന്നെ നിങ്ങളെ പ്ലേയേഴ്സ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിന്ന് കൊള്ളുന്നുണ്ടല്ലോ, മറ്റേ വണ്ടി അടിച്ചതിന് എന്തോ ഒരു 5:30 വരെ ഇരിക്കുന്നുണ്ടല്ലോ, അതൊക്കെ എന്തായാലും ഇവർക്ക് ഇപ്പൊ എന്താ സംബന്ധം? ഇവര് പറഞ്ഞ സമയത്തിന് നമ്മൾ നിന്നില്ലെങ്കിൽ ഇവര് പറഞ്ഞ സമയത്തിന് നമ്മൾ നിന്നില്ലെങ്കിൽ നമ്മൾ പേടിച്ചു എന്ന് പറയും. അവിടെ പേടിച്ചെങ്കിൽ നമുക്ക് ഈ സിറ്റുവേഷൻ എടുക്കാൻ വരേണ്ട ആവശ്യമില്ല. എടാ അവരുടെ വിചാരം 10:30 നമ്മള് മറ്റേ ടർഫ് കളിക്കാൻ പോവും. മെയിൻ പ്ലേയേഴ്സ് നാളെ ടർഫ് ഉണ്ടല്ലോ, അതാന്ന് വെറുതെ ഇത്ര നാണം കേട്ടവന്മാര്. അതിലും ഇവർക്ക് അറിയത്തില്ല. ഇപ്പൊ T47 വിളിച്ചു കഴിഞ്ഞാൽ ടൈം മാറ്റാൻ പറ്റുമെങ്കിൽ അവരാണെങ്കിലും മറ്റേ ടൈം മാറ്റി വെപ്പിക്കാൻ വേണ്ടി നോക്കും. സിനിമാറ്റിക്സ് പകുതിയായി നിൽക്കും. അതെ, സിനിമാറ്റിക്സ് ഇറങ്ങുന്നതിന് മുമ്പേ അടി കൊള്ളുന്നതേ.
സിനിമാറ്റിക്സ് കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞാലോ മറ്റേ ഇന്ന് മിക്കവാറും ഞാൻ പറഞ്ഞുതരാം. ഇന്ന് മിക്കവാറും MRCക്ക് ഉറക്കമില്ല, രാത്രി കളിക്കും. ഇന്ന് എഡിറ്ററിനെ പിടിച്ചിട്ട് ഒന്ന് ഉറക്കിപ്പിക്കൂല. നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും സിനിമാറ്റിക്സ് ഇറക്കിപ്പിക്കും. അയ്യോ പട്ടിപ്പണിയാ. എന്താ നമ്മുടെ പ്ലേയേഴ്സിനെ പേടിയാണാ? എടോ ലീഡറിനെ തല്ലിക്കൊന്ന് കത്തിച്ച് ഹോസ്റ്റേജ് എടുത്ത് നമ്മുടെ ഭയങ്കര പേടിയുണ്ടെന്ന് തോന്നുന്നില്ല. അന്ന് ഭാഗ്യത്തിന് ജയിച്ചോണ്ട് ഇപ്പൊ ഭയങ്കര പേടിയുണ്ട്. വീട്ടിൽ വന്നിരുന്ന് കുറെ ഉണ്ടോ ഇങ്ങനെ മറ്റേ കക്കൂസ് കഴുകുന്നതിന്റെ ഒക്കെ ഒരു സിനിമാറ്റിക് വേണേ അങ്ങോട്ട് വിട്ടുതരാം. അല്ല അവന്മാര് ഓരോ ഹോസ്റ്റേജിന്റെ ഇത് ഇറക്കിയിരിക്കും. നമ്മളിവിടെ 3 എണ്ണത്തിന്റെ ഇറക്കും. ഉസ്മാന്, ബിലാല്. അതെ അതിന്റെ കൂടെ ഒരു ടർഫ് ഉണ്ട് അവിടെ അപ്പുറത്ത് ടൂറിച്ചത്ത്. സൗണ്ട് ഇല്ല, സൗണ്ട് ബ്രാവ് വെട്ടിയതാ, നമ്മൾ വെട്ടിയതല്ല, ബ്രാവ് വെട്ടിയതാ.